കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്കൊരു പുതിയ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാൻ സർവകൃപാലുവായ കർത്താവ് തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നത് നമുക്ക് എത്ര അനുഗ്രഹപ്രദമാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതപാതയിൽ നമുക്ക് വെളിച്ചമായിരിക്കുന്നത് ആ ദൈവത്തിന്റെ വചനമാണ്. പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്നും പാപത്തിന്റെ കൂരിരുട്ടിൽ നിന്നും സത്യ വെളിച്ചത്തിലേക്ക് നമ്മെ നടത്തുന്നത് തിരുവചനമാണ്. ആ തിരുവചനത്താൽ കർത്താവ് നമ്മെ നിറയ്ക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലായിരിക്കാം. ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുന്ന വിഷയം എന്താണ്? വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ. കഴിഞ്ഞ 92 എപ്പിസോഡുകളായി നാം ഈ വിഷയം തുടർച്ചയായി ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ 93ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ ദിവസവും യഹൂദനും എന്നുള്ള വിഷയമാണ്. വിശുദ്ധ ദിവസവും യഹൂദനും. ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 22ാമത്തെ വാക്യം. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. പ്രധാനപ്പെട്ട വാക്യമാണ്. വിശുദ്ധ ദിവസത്തിനെതിരെ ഒരു വലിയ വിഭാഗം ജനത്തെ തിരിച്ചുവിടുന്നതിൽ സാത്താൻ വിജയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ലോകം ഏറ്റവും വലിയ ചതിക്കുഴിയിൽ വീണിരിക്കുന്നതും വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിലാണ്. തിരുവചനം വളരെ തെളിവായി വിശുദ്ധ ദിവസം ഏതാണെന്ന് കൃത്യമായിട്ട് വരച്ചു കാട്ടിയിരിക്കെ എത്ര സമർത്ഥമായിട്ടാണ് പിശാച് അനേകരെ ഇന്ന് തെറ്റിന്റെ പാതയിൽ ആക്കിയിരിക്കുന്നത്. എല്ലാ കാലത്തുമുള്ള മനുഷ്യവർഗത്തിന് വിശ്രമത്തിനും ആരാധനയ്ക്കുമായി ദൈവം നൽകിയിരിക്കുന്ന വിശുദ്ധ ദിവസം ആഴ്ചവട്ടത്തിന്റെ 7ാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബദാണെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ സാധാരണ ആൾക്കാർ പറയാനുള്ളൊരു വാചകം ഇങ്ങനെയാണ്: ശബദോ അത് യഹൂദന് കൊടുത്തതാണ്, ഞങ്ങൾ പുതിയ നിയമ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ ശബദനുസരിക്കാൻ ബാധ്യസ്ഥരല്ല എന്നാണ്. നമ്മൾ ലോകത്തിൽ കേൾക്കാറുള്ള വാചകം ഇങ്ങനെയാണ്. മിക്കവാറും ആളുകൾ പറയുന്നത് ഇങ്ങനെ: അയ്യോ ശബദോ അത് യഹൂദന്മാർക്ക് കൊടുത്തതാ, നമ്മൾ പുതിയ നിയമ ക്രിസ്ത്യാനികളാ, നമ്മൾ ശബദനുസരിക്കേണ്ട കാര്യമില്ല. പ്രിയമുള്ളവരെ, സാത്താന്റെ ഏറ്റവും വലിയ വഞ്ചനയാണത്. സദ്ദാം ഹുസൈൻ ഇറാഖിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നടന്ന ഇറാഖ് യുദ്ധം നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാകും. യുദ്ധം ആരംഭിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ സഖ്യകക്ഷികൾ ബസ്ര നഗരം കീഴടക്കിയെന്ന വാർത്ത പ്രചരിച്ചു. പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു. ഇറാഖ് സൈന്യത്തിന്റെ 51ാം ഡിവിഷൻ കീഴടങ്ങിയെന്നും അതിന് തെളിവായി കീഴടങ്ങുന്ന ഇറാഖി സൈനികരുടെ ചിത്രങ്ങളൊക്കെ ടെലിവിഷനിൽ കാണിക്കുകയുണ്ടായി. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ വെറും കള്ളത്തരങ്ങളായിരുന്നു എന്ന്. ഇറാഖി സൈന്യത്തിന്റെ ആത്മവീര്യം കെടുത്തി അവരെ തോൽപ്പിക്കുക എന്ന സഖ്യകക്ഷികളുടെ തന്ത്രമായിരുന്നു അത്. അപ്രകാരം ചെയ്യുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഇന്ന് ആത്മീയ മേഖലയിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിനെതിരെ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് പിശാച് അഴിച്ചുവിട്ടിരിക്കുന്നത്. അത്തരത്തിൽ ശത്രു പ്രചരിപ്പിക്കുന്നതും അനേകർ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നതുമായൊരു നുണപ്രചരണമാണ് ശബദ യഹൂദന് കൊടുത്തതാണ്, ഞങ്ങൾ പുതിയ നിയമ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ ശബദ അനുസരിക്കേണ്ടതില്ല എന്നുള്ളത്. യഹൂദൻ എന്ന് കേൾക്കുമ്പോൾ ഇന്ന് പൊതുവേ ജനങ്ങൾക്കുറിച്ചുള്ള ചിന്ത യഹൂദന് നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നാണ്. ആളുകൾക്കുള്ള ചിന്തയാണ് യഹൂദന് നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നുള്ള ചിന്തയാണ് പൊതുവേ ജനങ്ങൾക്കുള്ളത്. തന്നെയുമല്ല, യഹൂദന് കൊടുത്തതൊന്നും നമുക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം. എന്നാൽ കർത്താവ് എന്താണ് പറഞ്ഞത്? യോഹന്നാൻ 4:22, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. ഒക്കെ ശ്രദ്ധിച്ചോ, രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. പലപ്പോഴും മനുഷ്യന്റെ തെറ്റിദ്ധാരണകളാണ് അവനെ സത്യത്തിൽ നിന്നും അകറ്റുന്നത്. രക്ഷയുടെ അധികാരിയായ കർത്താവ് ലോകത്തിന് രക്ഷ ക്രമീകരിച്ചിരിക്കുന്നത് യഹൂദനിൽ കൂടെയാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം അവനെ കൈവിട്ടില്ല. അവനൊരു വലിയ വാഗ്ദത്തം കൊടുത്തു. എന്താ? ഉൽപ്പത്തി 3:15, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അതായത് കർത്താവായ യേശുക്രിസ്തു എന്ന വാഗ്ദത്ത മശിഹായെ പാപത്തിൽ വീണ മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അയക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു.
അപ്പൊ ദൈവത്തിന്റെ മനുഷ്യവർഗത്തുള്ള വാക്തത്വത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് ദൈവം അബ്രഹാമിനെ വിളിച്ചു. അങ്ങനെ അബ്രഹാമിലൂടെ, ഇസഹാക്കിലൂടെ, യാക്കോബിലൂടെ, യാക്കോബിന്റെ സന്തതിയാകുന്ന യഹൂദാ ഗോത്രത്തിലൂടെ മസിഹ ലോകത്തിലേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ സർവ്വലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തു യഹൂദനിൽ കൂടെയാണ് വന്നത്. തിരുവചനം എന്താ പറയുന്നത്? രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നാം യഹൂദനുമായിട്ട് വല്ല ബന്ധമുണ്ടോ? വചനം പറയുന്നു രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. യേശുക്രിസ്തു ജനിച്ചത് യഹൂദാ ഗോത്രത്തിലൂടെയാണ്. നമ്മൾ യഹൂദനുമായിട്ട് വല്ല ബന്ധമുണ്ടോ? നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് യഹൂദനുമായിട്ടാണ്. കാരണം നമ്മുടെ കർത്താവ് ജഡപ്രകാരം ഒരു യഹൂദനായിരുന്നു. വെളിപ്പാട് 5:5 എന്താ വായിക്കുന്നത്? അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ആര്? യഹൂദാ ഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ വേരുമായ നസ്രയനായ യേശുക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ 12 ശിഷ്യന്മാരാരായിരുന്നു? അവർ യഹൂദന്മാരായിരുന്നു. പത്രോസിന്റെ പ്രസംഗം കേട്ട് 1-ാം നൂറ്റാണ്ടിൽ മാനസാന്തരപ്പെട്ട 3000 പേരാരായിരുന്നു? അവർ യഹൂദന്മാരായിരുന്നു. പുസ്തകത്തിൽ 2:5 വായിക്കുമ്പോൾ, അന്ന് ആകാശത്തിന് കീഴെങ്ങുമുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. അവരാണ് മർക്കോസിന്റെ മാളിക മുറിയിൽ മുഴക്കം കേട്ടപ്പോൾ ഓടിക്കൂടിയതും പത്രോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടതും. അപ്പൊ യേശുക്രിസ്തു എന്ന യഹൂദൻ 12 യഹൂദന്മാരെ ശിഷ്യന്മാരായിട്ട് വിളിച്ചു. ആ യഹൂദന്മാർ സുവിശേഷം അറിയിച്ചു. അപ്പോൾ 3000 എണ്ണം സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. അതായത് പുതിയ നിയമസഭ യഹൂദന്മാരിൽ നിന്നാണ് ഉത്ഭവിച്ചത്. പൊതുവെ ജനങ്ങൾക്കുള്ളൊരു ചിന്ത, ദൈവം യഹൂദനെ തള്ളിക്കളഞ്ഞിട്ട് ജാതികളാകുന്ന നമ്മെ തെരഞ്ഞെടുത്തു എന്നാണ്. ശരിയാണോ അത്? ദൈവം യഹൂദനെ തള്ളിക്കളഞ്ഞിട്ട് നമ്മളെ തെരഞ്ഞെടുത്തയാണോ? തിരുവചനത്തിൽ ഇത് വായിക്കുന്നു, റോമാലേഖനം 11-ാം അധ്യായം 1-2. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും ഇല്ല. ഞാനും ഇസ്രായേലിനല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. നാട്ടുകാർ പറയുന്നത് ദൈവം യഹൂദനെ തള്ളിയിട്ട് ജാതികളായെന്ന് നമ്മളെ തെരഞ്ഞെടുത്തു. വചനം എന്ത് പറയുന്നു? ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ ദൈവം എന്താണ് യഹൂദനോട് ചെയ്തത്? അത് നമ്മൾ അറിയണം. യഹൂദനോടൊരു കാര്യം ചെയ്തു. എന്ത്? റോമാലേഖനം 11-ാം അധ്യായം 17-18 വാക്യങ്ങൾ. റോമർ 11-17-18 വാക്യങ്ങൾ. കൊമ്പുകളിൽ ചിലതൊടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ എത്ര ചുമക്കുന്നു എന്ന് ഓർക്കാം. എന്തോ മനസ്സിലായി? ഇവിടെ യഹൂദനാകുന്ന ഒലിവുമരത്തിന്റെ ഫലം കായ്ക്കാത്ത കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു. എല്ലാ കൊമ്പുകളെ ഒടിച്ചെന്നല്ല, കൊമ്പുകൾ ചിലതൊടിച്ചിട്ട്, ഫലം കായ്ക്കാത്ത കൊമ്പുകളെ ഒടിച്ചിട്ട് കാട്ടൊലിവാകുന്ന നമ്മെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. അപ്പൊ ഫലം കായ്ക്കുന്ന കൊമ്പോടെ ഇപ്പോൾ ഉണ്ട്. അപ്പൊ യഹൂദനാകുന്ന ഒലിവുമരത്തെ ചുവട് വെച്ച് വെട്ടിക്കളഞ്ഞു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നില്ല. ഫലം കായ്ക്കാത്ത കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞിട്ട് അവിടെയാണ് ജാതികളാകുന്ന നമ്മളെ അവരുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. എവിടാ ഒട്ടിച്ചു ചേർത്തത്? ഫലം കായ്ക്കുന്ന യഹൂദനോട് കൂടെയാ ഒട്ടിച്ചു ചേർത്തത്. അല്ല, യഹൂദനെ ചുവട് വെച്ച് വെട്ടി ദൂരെ കളഞ്ഞിട്ട് നമ്മളെ പുതിയൊരു മരമാക്കി വളർത്തിയെടുത്തില്ല. ആ മരത്തിന്റെ കൊമ്പുകൾ ചിലതൊടിച്ച് കളഞ്ഞിട്ട് അവയുടെ ഇടയിലാണ് ഒട്ടിച്ച്. അപ്പൊ നമ്മളിപ്പോ എവിടാ നിൽക്കുന്നത്? യഹൂദനാകുന്ന നല്ല ഒലിവ് മരത്തിന്റെ ഫലം കായ്ക്കുന്ന കൊമ്പുകളോട് കൂടെയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അവിടെ ഇരുന്നോണ്ടാ പറയുന്നത്, ഞങ്ങൾക്ക് യഹൂദനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, യഹൂദന് കൊടുത്തതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഇത്തരം ശുദ്ധ വിവരക്കേടുകാരോട് ദൈവത്തിന്റെ വചനം പറയുന്നു, രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ദിവസമാകുന്ന ശബത്ത് അത് യഹൂദന് കൊടുത്തതാണ്. അതിനാൽ യഹൂദന് കൊടുത്തതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നവർ ഇന്നത്തെ ആത്മീയ ലോകത്തുണ്ട്. അങ്ങനെയുള്ളവരോട് ചോദിക്കട്ടെ, പ്രിയമുള്ളവരെ, ശബത്ത് യഹൂദന് കൊടുത്തതാണോ? ഒരിക്കലുമല്ല. എപ്പോഴാണ് ശബത്ത് കൊടുത്തത്? നമുക്കറിയാം, ലോകത്തിന്റെ ഉൽപ്പത്തിയിൽ ആദ്യമായി ഇത് ആർക്കാണ് നൽകിയത്? ആദമനും ഹവ്വയ്ക്കുമാണ് കൊടുത്തത്. അന്ന് യഹൂദനുണ്ടായിരുന്നോ? അന്ന് യഹൂദനില്ല. പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് യഹൂദന്റെ ഉത്ഭവം. അങ്ങനെയാണെങ്കിൽ ശബത്ത് യഹൂദന് കൊടുത്താണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. പിന്നെ ശബത്ത് ആർക്കാ കൊടുത്തത്? പിന്നെ ശബത്ത് ആർക്കാണ് കൊടുത്തത്? മർക്കോസ് 2:27 പറയുന്നു, പിന്നെ അവിടുന്ന് അവരോട്,
മനുഷ്യൻ ശബദ നിമിത്തമല്ല, ശബദ മനുഷ്യൻ നിമിത്തം അത്രേ ഉണ്ടായത്. ദ സാബത്ത് ഈസ് ഗിവൺ ടു മാൻകൈൻഡ്. മനുഷ്യവർഗത്തിനാണ് ശബദിനെ കൊടുത്തത്, അല്ലാതെ യഹൂദന് കൊടുത്തെന്ന് വചനം പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശബദ് യഹൂദൻ നിമിത്തം ഉണ്ടായതാണെന്നാണോ? അല്ല, ഒരിക്കലുമല്ല. പിന്നെയോ ശബദ് മനുഷ്യൻ നിമിത്തം ഉണ്ടായതാണെന്നാണ്. അതായത് മനുഷ്യവർഗത്തിന് നൽകിയതാണ് വിശുദ്ധ ശബദിനെ. ഇപ്പൊ യഹൂദന് കൊടുത്തതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നവർ ഇന്ന് ധാരാളമുണ്ട്. അത് ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ടാണ് അത് പറയുന്നത്. യഹൂദന് കൊടുത്തതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നൊരുവൻ പറഞ്ഞാൽ അവന്റെ ആത്മീയ ജീവിതം വളരെ വട്ടപ്പൂജ്യമാണ്. യഹൂദന് കൊടുത്തത് എന്താണെന്നൊക്കെയാണെന്ന് അവൻ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്തൊക്കെ യഹൂദന് കൊടുത്തത്? നമ്മൾ റോമാലേഖനം പഠിക്കുമ്പോൾ 9-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാക്തത്വങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവിടുന്ന് സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ഇപ്പൊ ഈ ഒരൊറ്റ വാക്യം ശരിക്ക് പഠിച്ചാൽ മേലാൽ പറയത്തില്ല യഹൂദന് കൊടുത്തത് ഞങ്ങൾക്ക് വേണ്ട എന്ന്. എന്താ യഹൂദന് കൊടുത്തത്? അവിടെ വായിക്കുന്നു, ഒന്നാമതായിട്ട് 9 കൂട്ടം കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഇസ്രായേൽ, അവർ ഇസ്രായേല്യർ. ഇസ്രായേൽ എന്ന പേര് യഹൂദന് കൊടുത്തതാണ്. അപ്പൊ ജാതികൾക്കൊരു പുതിയ പേര് വിളിച്ചോ ദൈവം? ഇല്ല. ഇസ്രായേൽ എന്ന പേര് തന്നെ നമുക്കും, ആത്മീയ ഇസ്രായേൽ. പ്രിയമുള്ളവരെ, ഇസ്രായേൽ എന്ന പേര് ദൈവം അവർക്കാ കൊടുത്തത്. എന്നാൽ കട്ടലുവാകുന്ന നമ്മളെ ആ യഹൂദനാകുന്ന നല്ല ഒലുമരത്തോട് ഒട്ടിച്ചു ചേർത്തപ്പോൾ ഇസ്രായേൽ എന്ന പേരിന് നമ്മളും അർഹരായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഗലാത്യർ 3:29, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. ഇപ്പൊ ജാതികൾ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അവരെ പുതിയ പേരിട്ട് വിളിച്ചില്ല, അവരും ഇസ്രായേലിൽ എന്ന പേര് തന്നെയാണ്. അപ്പൊ യഹൂദന് കൊടുത്തത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തില്ല? പേരില്ല. രണ്ടാമതായിട്ട് തിരുവചനം പറയുന്ന പുത്രത്വം അവർക്കുള്ളത്. ദൈവം തന്റെ ജനത്തെ സ്വന്തം പുത്രൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഉറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 4:22 ഇങ്ങനെ വായിക്കുന്നു, നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. അപ്പൊ ഇസ്രായേലിനെ എന്തോ പേരിട്ടാ വിളിച്ചേ? എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ. ഇവിടെ ദൈവം യഹൂദാ ജനത്തെ തന്റെ മകൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ജാതികളായ നാം വിശ്വാസത്തിലേക്ക്, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ പുത്രത്വം എന്ന പദവി നമ്മൾക്കും ലഭിച്ചു, അല്ലെ? ഗലാത്യർ 3:8. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അപ്പൊ സകല ജാതികളും അബ്രഹാമിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അബ്രഹാമിന്റെ സന്തതിയായിട്ട് മാറുകയാണ്, മക്കളായിട്ട് മാറുകയാണ്. പുത്രത്വം നമുക്ക് ലഭിക്കും. എന്നാൽ യഹൂദന് കൊടുത്ത ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എന്തില്ല? പുത്രത്വമില്ല. ഇനി 3, തേജസ് അവർക്കുള്ളത്. അവർ ഇസ്രായേല്യർ, പുത്രത്വവും തേജസ്സും. നമുക്കറിയാം, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവം തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തിയപ്പോൾ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും തന്റെ തേജസ് അവരെ കാണിച്ചു. അപ്പൊ ദൈവത്തിന്റെ തേജസ് കണ്ട ജനമാണ് ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ. നമ്മൾ പറയാ യഹൂദന് കൊടുത്തത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തില്ല? തേജസ്സില്ല. കാരണം അവർക്ക് കൊടുത്ത് നമുക്ക് വേണ്ടല്ലോ, തേജസ്സില്ല. ഇനി 4, നിയമങ്ങൾ അവർക്കുള്ളതാണ്. അപ്പൊ ദൈവം തന്റെ നിയമമൊക്കെ ആരോടാ ചെയ്തത്? നിയമങ്ങൾ അവർക്കാ കൊടുത്തത്. പൊതുവെ മനുഷ്യർക്കൊരു ചിന്തയുണ്ട്, പുതിയ നിയമം ജാതികളുമായിട്ടും പഴയ നിയമം യഹൂദനുമായിട്ടാണ് ചെയ്തതെന്ന്. അതുകൊണ്ട് അവരുമായിട്ട് ചെയ്ത നിയമം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുമായിട്ട് ചെയ്ത നിയമം മതി. നമ്മളുമായിട്ട് വല്ല നിയമം ചെയ്തിട്ടുണ്ടോ? ഒരു നിയമവും ചെയ്തിട്ടില്ല. നാം വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് ജാതികളായ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത്
നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. എന്താ മനസ്സിലായി? കർത്താവിങ്കിലേക്ക് വരുന്നതിന് മുമ്പ് ജാതികൾ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ദൈവം പഴയ നിയമവും പുതിയ നിയമവും എല്ലാം ചെയ്തത് ആരുമായിട്ടാണ്? യഹൂദനുമായിട്ടാണ്. മനുഷ്യന്റെ തെറ്റിദ്ധാരണയാണ് പുതിയ നിയമം ജാതികളുമായിട്ടാണ് ചെയ്തതെന്ന്. ഒരിക്കലുമല്ല. തിരുവചനം എന്താ പറയുന്നത്? എബ്രായ ലേഖനം 8-ാമത്തെ വാക്യം, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അപ്പൊ പുതിയ നിയമം ആരുമായിട്ടാ? ഇസ്രായേൽ ഗൃഹത്തോടാ ചെയ്യുന്നത്. നമുക്കോട്ട് നിയമം ചെയ്തിട്ടില്ല. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിലൂടെ നാം വിശ്വാസത്താൽ യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ നാം ഇസ്രായേൽ എന്ന പൗരതയോടെ ചേർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നമ്മൾ അവകാശികളായിട്ട് മാറുന്നു. അപ്പൊ യഹൂദന് കൊടുത്തൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നൊരുവൻ പറഞ്ഞാൽ ദൈവവുമായിട്ട് ആ വ്യക്തിക്ക് യാതൊരു ബന്ധവുമില്ല എന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 5-ാമതായിട്ട് ന്യായപ്രമാണം അവർക്കുള്ളത്. ദൈവം തന്നെ ന്യായപ്രമാണങ്ങളെല്ലാം കൊടുത്ത ആർക്കാ? യഹൂദന്മാർക്കായിരുന്നു. ജാതികൾ കർത്താവിലെ വിശ്വാസത്താൽ യഹൂദനാകുന്ന നല്ല ഒലിവുമരത്തോട് ഒട്ടിച്ചു ചേർത്തപ്പോൾ യഹൂദന് കൊടുത്ത പ്രമാണങ്ങൾ അനുസരിപ്പാൻ അവനും ബാധ്യസ്ഥനായി. ഇപ്പൊ യഹൂദനാകുന്ന നല്ല ഒലിവുമരത്തിന്റെ ഫലം കായ്ക്കാത്ത കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ ഇടയിലാണ് നമ്മളെ ഒട്ടിച്ചു ചേർത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവന്റെ പുറത്തിരിക്കുമ്പോൾ ഓർത്തോണം, ആ യഹൂദന് കൊടുത്ത പ്രമാണങ്ങൾ അനുസരിപ്പാൻ ഞങ്ങളും ബാധ്യസ്ഥരാണ്. ഇപ്പൊ യഹൂദന് കൊടുത്തൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അവന് പ്രമാണങ്ങളൊന്നും ഇല്ല. നമുക്ക് ആ യഹൂദനാകുന്ന നല്ല ഒലിവുമരത്തിന്റെ ഭാഗമായിരിക്കാൻ കഴിയത്തുമില്ല. ഇനി 6-ാമതായിട്ട് ആരാധന അവർക്കുള്ളത്. നമുക്കറിയാം, ദൈവം തന്റെ ആരാധനയുടെ നിയമങ്ങൾ ഒക്കെ കൊടുത്ത ആർക്കാണ്? യഹൂദനായിട്ട്, അല്ലെ? പാട്ടും പ്രാർത്ഥനയും സങ്കീർത്തനവും ന്യായപ്രമാണവും പ്രബോധനങ്ങളും എല്ലാം യഹൂദന്റെ ആരാധനയുടെ ഭാഗമാണ്. നമ്മൾ പറയാ യഹൂദന് കൊടുത്തോ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ തീർന്നു പരിപാടി, ആരാധനയില്ല. എന്ത് വിവരക്കേടാണ് ലോകം വിളിച്ചു പറയുന്നത്. വീണ്ടും 7-ാമതായിട്ട് വാഗ്ദത്തങ്ങൾ അവർക്കുള്ളത്. നാം വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ വേദപുസ്തകത്തിൽ ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. എല്ലാവർക്കും വേണ്ടുന്ന വാക്യമാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമാകുന്നു. നമുക്ക് ഈ വാഗ്ദത്തങ്ങളൊക്കെ അവകാശപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പറയുന്നത് എന്തുവാ? യഹൂദന് കൊടുത്തൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഈ വാഗ്ദത്തങ്ങളൊക്കെ ആർക്കാ കൊടുത്തത്? ജാതികൾക്കാണോ? അല്ല, ഇതെല്ലാം യഹൂദന് കൊടുത്തതാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ നാം വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചല്ലോ, 2:11-12. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കൈയാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും. വാഗ്ദത്തങ്ങൾക്ക് അന്യരായിരുന്നു. അപ്പൊ നമ്മൾ കുത്തിയിരുന്നോണ്ട് പറയുക യഹൂദന് കൊടുത്തൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വാഗ്ദത്തങ്ങൾ നമുക്കില്ല. ഇനി 8-ാമതായിട്ട് പിതാക്കന്മാർ അവർക്കുള്ളത്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസഫ്, പിതാക്കന്മാർ അവർക്കുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കും അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും, അങ്ങനെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ. ഈ യഹൂദന് കൊടുത്തൊന്നും വേണ്ട എന്ന് പറയുന്ന പുള്ളി എന്തിനാ ഇത് പ്രാർത്ഥിക്കുന്നത്? എന്തൊരു അവകാശമാണ് പ്രാർത്ഥിക്കാൻ? പിതാക്കന്മാർ അവർക്കുള്ളത്. ഇനി അടുത്ത 9-ാമത്തെ ഘട്ടം നമ്മൾ ഞെട്ടിപ്പോവും. യഹൂദന് കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അടുത്തത് പറയുകയാണ്, 9-ാമത്തെ പറയാണ്, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചതാ. അപ്പൊ ക്രിസ്തു എവിടെ നിന്ന് വന്നതാ? യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് വന്നത്. അപ്പൊ യഹൂദന് കൊടുത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ വട്ടപൂജ്യം. യേശു പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ജഡപ്രകാരം ഈ ഭൂമിയിൽ ജനിക്കുവാൻ കർത്താവ് തെരഞ്ഞെടുത്തത് യഹൂദാ ഗോത്രത്തെയാണ്. യഹൂദന് കൊടുത്തതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നൊരുവൻ പറഞ്ഞാൽ അവന് ഇസ്രായേൽ എന്ന പേരില്ല, പുത്രത്വമില്ല, തേജസ്സില്ല, നിയമങ്ങളില്ല, ന്യായപ്രമാണമില്ല, ആരാധനയില്ല, വാഗ്ദത്തങ്ങളില്ല, പിതാക്കന്മാരില്ല, യേശു ഇല്ല. അങ്ങനെയാണ് ചിന്തിക്കുക പ്രിയമുള്ളവരെ. ലോകം എത്രമാത്രം വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുന്നു.
പിശാച് മനുഷ്യനെ എത്രമാത്രം വഞ്ചനയിൽ കുടുക്കിയിട്ടിരിക്കുകയാണ്. അനേകരുടെ കണ്ണ് പിശാച് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. നാം ചിന്തിക്കുക, ഈ പ്രഭാതത്തില് നാം എവിടെ നിൽക്കുന്നു? ഇപ്പൊ ശബത് യഹൂദന് കൊടുത്തതാ, അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന പ്രിയമുള്ളവരെ, എന്തുമാത്രം ശുദ്ധ അബദ്ധങ്ങളാണ് മനുഷ്യൻ വിളിച്ചു പറയുന്നത്. ശബത് യഹൂദന് കൊടുത്തതല്ല, അത് മനുഷ്യവർഗത്തിന് കൊടുത്താണ് നമ്മൾ മനസ്സിലാക്കി. ദൈവം കൊടുത്ത പ്രമാണങ്ങൾ, അവർ കൊടുത്ത 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം ഇന്ന് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. 10 കൽപ്പന അനുസരിക്കാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുമോ? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. യഹൂദന് കൊടുത്തത് ആ പ്രമാണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റും? ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അത് അവന് കൊടുത്തതാ, ഞങ്ങൾക്ക് വേണ്ട. എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കും? ദൈവത്തിന് നാം വൃഥാ എടുക്കരുത്, അത് അവർക്ക് കൊടുത്താൽ ഞങ്ങൾക്ക് വേണ്ട. എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റും? കൊല ചെയ്യരുത്, വിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അതൊക്കെ യഹൂദന് കൊടുത്താൽ ഞങ്ങൾക്ക് വേണ്ട. ശുദ്ധ വിവരക്കേട്. പ്രിയമുള്ളവരെ, വഞ്ചിക്കപ്പെടരുത്. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. ഈ നാളുകളിൽ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസം അത് യഹൂദന് കൊടുത്തതാണെന്നും പറഞ്ഞ് നാം മാനുഷിക ദിവസത്തിൽ മനുഷ്യൻ വെച്ച് നീട്ടിയിരിക്കുന്ന ദിവസത്തിൽ ആരാധിക്കുമ്പോൾ ഓർക്കുക, ദൈവ കൽപ്പനകളിൽ നിന്നും ദൈവ വഴികൾ നമ്മൾ എത്രയോ അകലെയാണ്. നാമും ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. വെറുതെ നമ്മൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, അവകാശപ്പെടുന്നു. ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല. കാരണം ദൈവം തന്നിരിക്കുന്ന വഴി വിട്ട് പിശാച് വെട്ടിത്തുറന്നിരിക്കുന്ന വഴിയിലൂടെ പോകുമ്പോൾ ഓർക്കുക, നാമും ദൈവവുമായിട്ട് വളരെ അജഗജാന്തര വ്യത്യാസമുണ്ട്. വചനം പറയുന്നു, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ആകാശം ഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നത് പോലെ അന്തരമുണ്ട് ദൈവത്തിൻ്റെ വഴികളും മനുഷ്യൻ്റെ വഴികളുമായിട്ട്. അതുകൊണ്ട് മാനുഷിക വഴികളെ വിട്ടിട്ട് ദൈവത്തിൻ്റെ വഴികളിലേക്ക് വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ശരിയായ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നാം നല്ല സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തെ കളിപ്പിക്കാനായിട്ടുള്ള പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കത്തില്ല. പ്രിയമുള്ളവരെ, ദൈവവചനത്തെ അനുസരിക്കുവാനുള്ള തീരുമാനമെടുത്ത് നാം സത്യത്തിൻ്റെ പാതയിൽ നടക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം, എന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ വചനം എത്ര ആഴമേറിയതാണ്. പലപ്പോഴും മനുഷ്യൻ തെറ്റായ ചിന്താഗതികൾ വെച്ച് പുലർത്തിക്കൊണ്ട് സത്യത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് വരെ സത്യത്തിലേക്ക് മാടി വിളിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു. നല്ല തീരുമാനങ്ങളോടെ, നല്ല പ്രതിഷ്ഠയോടെ ദൈവഭാഗത്തേക്ക് കടന്നു വരുവാൻ അനേകരെ കർത്താവ് ഒരുക്കണമേ. കർത്താവേ, അടിയങ്ങളുടെ പാരമ്പര്യങ്ങളോ അടിയങ്ങളുടെ സമൂഹത്തിലെ പദവികളോ അടിയങ്ങളുടെ മറ്റ് യാതൊന്നും അടിയങ്ങളെ രക്ഷിക്കുകയില്ല. കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ചാൽ മാത്രമേ രക്ഷ പ്രാപിപ്പാൻ കഴിയൂ എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് അപ്രകാരമായിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് 10 കൽപ്പനകളും അനുസരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിപ്പാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരതിനായിട്ട് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയിലും രോഗത്തിലും ഭാരത്തിലും ഞെരുക്കത്തിലും ഒക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് അവിടുന്ന് മനസ്സലിയണമേ. അവരുടെ ആവശ്യങ്ങളെ കർത്താവ് മാനിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം, മാനവും മഹത്വത്തോടെ നടത്താട്ട് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. യൂട്യൂബിലും കാണാം, ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ?
വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.